രണ്ടാമത്തെ പിരിയഡും കഴിഞ്ഞ് ടീച്ചർ പുറത്തേക്കിറങ്ങിയതും ബെല്ല് മുഴങ്ങി. ക്ലാസ് മുറിയിൽ പെട്ടെന്ന് ഒരു വലിയ ബഹളം നിറഞ്ഞു. കുട്ടികൾ പുസ്തകങ്ങൾ ബാഗിലേക്ക് തള്ളിക്കയറ്റി. തമാശകളും ചിരികളുമായി ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി തുടങ്ങി. ആൾക്കൂട്ടത്തിൻ്റെ ആ ആരവത്തിന് നടുവിലും പാറു മാത്രം തൻ്റെ സീറ്റിൽ ശില പോലെ ഇരുന്നു. അവൾക്ക് മുന്നിൽ തുറന്നു കിടന്ന ബയോളജി പുസ്തകത്തിലെ അക്ഷരങ്ങൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ അവളിലേക്കൊന്നും പകർന്നു നൽകാൻ ആ അക്ഷരങ്ങൾക്ക് കഴിഞ്ഞില്ല. അവൾ കാണുന്നത് പുസ്തകത്താളുകളല്ല, പകരം ഒരു തരം ഇരുണ്ട മരുഭൂമിയാണ്. മനസ്സിൽ ആകെ ഒരു അങ്കലാപ്പ്. രാവിലെ ബസ്സിൽ നടന്ന ആ സംഭവം ഒരു സിനിമയിലെ ദൃശ്യം പോലെ വീണ്ടും വീണ്ടും അവളുടെ മുന്നിൽ തെളിഞ്ഞു. രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ പതിവ് പോലെ കാർത്തികും മീരയും അവളുടെ തൊട്ടടുത്ത സീറ്റുകളിൽ തന്നെയായിരുന്നു. അവരുമായി വലിയ സൗഹൃദമൊന്നും തനിക്കില്ലെന്ന് പാറുവിനറിയാം. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ പലതവണ പാറുവിനെ തങ്ങളുടെ സംഭാഷണങ്ങളിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ രാവിലെ കാർത്തി ആവശ്യത്തിന് ചോദിച്ച 1 രൂപ പോലും അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. കയ്യിൽ പൈസ ഉണ്ടെന്ന് കരുതി തോന്നിയിടത്തൊക്കെ ചിലവാക്കരുത്. ആരും എന്തെങ്കിലും ചോദിച്ച് വന്നാൽ കൊടുക്കരുത്. കൊടുക്കുന്ന പൈസയ്ക്ക് അവർക്ക് മതി വരില്ല. കണക്ക് ചോദിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാകൂ. ആ ശകാരങ്ങൾ ചെറുപ്പം മുതലേ അവളുടെ ഉള്ളിൽ മുറിപ്പാടുകൾ പോലെ തങ്ങി നിൽപ്പുണ്ട്. അവരോട് ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ അവർ പോയിരുന്നു. ആ നിമിഷത്തോടെ ആ സംഭവം അവിടെ തീർന്നു. മീരയും കാർത്തിക്കും അത് പെട്ടെന്ന് തന്നെ മറന്നു കാണും. പക്ഷേ പാറുവിൻ്റെ ഉള്ളിൽ ആ 1 രൂപയുടെ ഭാരം അപ്പോഴും ഒരു വലിയ പർവ്വതം പോലെ കിടപ്പുണ്ടായിരുന്നു. താൻ കള്ളം പറഞ്ഞുവെന്ന തോന്നൽ, എല്ലാവരും തന്നെ ഒരു സ്വാർത്ഥയായി കാണില്ലേ എന്ന സങ്കടം. എൻ്റെ കയ്യിൽ പൈസയുണ്ടായിരുന്നു, പക്ഷേ അതെൻ്റേതല്ലായിരുന്നു എന്നവൾ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ചിലർക്ക് ദാരിദ്ര്യം എന്നത് പണത്തിൻ്റെ കുറവാണ്. പക്ഷേ പാറുവിന് അത് സ്വാതന്ത്ര്യത്തിൻ്റെ കുറവായിരുന്നു. താൻ സ്വന്തമായി തീരുമാനിക്കാൻ പോലും അവകാശമില്ലാത്തൊരവസ്ഥ. ബെല്ല് വീണ്ടും മുഴങ്ങി. ബയോളജി ലാബ്. ലാബ് എന്ന വാക്ക് കേട്ടതും പാറുവിൻ്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരം വീണു. ആ മുറി അവൾക്കൊട്ടും പ്രിയപ്പെട്ടതല്ല. അവിടെ നടന്ന ചില പഴയ സംഭവങ്ങൾ, ആ മുറിയിലെ മണം പോലും അവളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. കുട്ടികൾ ലാബിലേക്ക് പോകാനായി സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റു. എന്താ പാറു, വരുന്നില്ലേ? ഒരു കുട്ടി അവളോടായി ചോദിച്ചു. എനിക്ക് തലവേദന എടുക്കുന്നു, ഞാൻ വരുന്നില്ല, പാറു കള്ളം പറഞ്ഞു. അപ്പോൾ സാറിനോട് പോയി പറഞ്ഞേക്കണേ, ആ കുട്ടി വീണ്ടും പറഞ്ഞു. പാറു തലയാട്ടി. എങ്ങനെയെങ്കിലും ഈ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തു പോകണം എന്നതായിരുന്നു അവളുടെ അന്നത്തെ ഒരേയൊരു ആഗ്രഹം. ആരും തന്നെ ശ്രദ്ധിക്കാതിരുന്നാൽ മതിയായിരുന്നു. പതിയെ ക്ലാസ് മുറി ശൂന്യമായി. 5 മിനിറ്റിനുള്ളിൽ ബഹളമെല്ലാം അടങ്ങി. അപ്പോൾ ആ വലിയ മുറിയിൽ പാറു മാത്രം. പുറത്ത് കുട്ടികളുടെ സംസാരവും ലാബിൽ നിന്നുള്ള ചിരിയും കേൾക്കാം. പക്ഷേ താൻ മാത്രം ഈ മൗനത്തിൽ തടവിലാക്കപ്പെട്ടതുപോലെ. ആ ഏകാന്തത അവളെ വല്ലാതെ തളർത്തി. പെട്ടെന്ന് ക്ലാസ് മുറിയുടെ വാതിലിൽ ഒരു നിഴൽ വീണു. പാറുവിൻ്റെ ഹൃദയം സ്തംഭിച്ചുപോയി. അവൾ പതിയെ തലയുയർത്തി നോക്കി. വാതിലിന് മുന്നിൽ നിൽക്കുന്നത് ബയോളജി സാറാണ്. അയാളുടെ മുഖത്ത് ഒരു ചെറിയ ചിരിയുണ്ട്. പക്ഷേ ആ ചിരി കണ്ടപ്പോൾ പാറുവിൻ്റെ ശരീരത്തിലൂടെ ഒരു മഞ്ഞുകാറ്റ് വീശിയതുപോലെ ഒരു തണുപ്പ് കടന്നുപോയി. പാർവതി, അയാൾ വിളിച്ചു. അവൾ മിണ്ടാൻ കഴിഞ്ഞില്ല. ലാബിലേക്ക് വരുന്നില്ലേ? തലവേദനയാ സാർ, അവൾ പതിയെ പറഞ്ഞു. അതോ? അയാൾ ചോദ്യം പാതി വഴിയിൽ നിർത്തി പതിയെ അകത്തേക്ക് നടന്നു വന്നു. ഓരോ ചുവടും പാറുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. താൻ പേടിക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ അയാൾ തന്നെയാണ്. എന്നിട്ട് അയാൾ തന്നെ പ്രശ്നത്തിൻ്റെ കാരണം ചോദിക്കുന്നു. ഇല്ല സാർ. ഉറപ്പാണോ? അയാൾ അല്പനേരം അവളെ തന്നെ സൂക്ഷിച്ച് നോക്കി നിന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിന്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ട്. പഠനത്തിലും ശ്രദ്ധ കുറവാണ്. അയാളുടെ ശബ്ദം സാധാരണ പോലെയാണ്. പക്ഷേ അതിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. നീ ബുദ്ധിയുള്ള കുട്ടിയാണ്. അനാവശ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്, അയാൾ തുടർന്നു. ആ വാക്ക് കേട്ട നിമിഷം പാറുവിൻ്റെ വിരലുകൾ തമ്മിൽ മുറുകി. ഇതൊരു ഉപദേശമല്ല,
പച്ചയായ ഭീഷണി, ഒരു മുന്നറിയിപ്പാണ്. അതവൾക്ക് നന്നായി മനസ്സിലായി. ലാബിലേക്ക് വാ, എല്ലാവരും അവിടെയുണ്ട്, അയാൾ പറഞ്ഞു. അടുത്തേക്ക് വന്ന് അയാൾ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചു. പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവ കാഴ്ചയെ മറച്ചു കളഞ്ഞു. ശരീരം പുഴുവരിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. പക്ഷേ പ്രതികരിക്കാൻ ശബ്ദമില്ലാത്തവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു നിമിഷം കൂടി അവളെ തിരിഞ്ഞു നോക്കി. ആ നോട്ടം മതിയായിരുന്നു പാറുവിൻ്റെ ശരീരം വിറയ്ക്കാൻ. അയാൾ പോയ ശേഷവും അവൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൾ ശൂന്യതയിൽ ഇരുന്നു. മറ്റുള്ള കുട്ടികൾക്ക് സ്കൂൾ വെറുമൊരു സ്ഥലമാണ്. പക്ഷേ പാറുവിന് അതൊരു യുദ്ധഭൂമിയാണ്. ആ നിമിഷം അവളുടെ ബാഗിനുള്ളിൽ ഫോൺ ഒരു തവണ വൈബ്രേറ്റ് ചെയ്തു. പുതിയൊരു മെസ്സേജ്. അത് കണ്ടതും അവളുടെ ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്കറിയാം, മെസ്സേജ് അയക്കുന്നത് ഒരാളല്ല, 2 പേരാണ്. ഒന്ന് വൈശാഖ്, ബയോളജി സാർ. പക്ഷേ അതിൽ ഒരാൾ ആരാണെന്ന് മാത്രം അവൾക്കിപ്പോഴും പിടികിട്ടിയില്ല. വൈകുന്നേരം 5:30 മണിയോടെയാണ് പാറു വീട്ടിലെത്തിയത്. അപ്പോഴേക്കും അവളുടെ ശരീരം ഒരു മരക്കട്ട പോലെ തളർന്നു പോയിരുന്നു. പകൽ മുഴുവൻ മനസ്സിനുള്ളിൽ നടന്ന ആ വലിയ യുദ്ധം, ഭയത്തിൻ്റെ ആ വലിയ തിരമാലകൾ അവളെ ശരിക്കും തളർത്തിയിട്ടുണ്ടായിരുന്നു. ബാഗ് തോളിൽ നിന്ന് ഊരി സോഫയുടെ മൂലയിലേക്ക് എറിഞ്ഞിട്ട് അവൾ ഒന്നും മിണ്ടാതെ നേരെ തൻ്റെ മുറിയിലേക്ക് നടന്നു. ട്യൂഷൻ ക്ലാസ്സിന് പോകാൻ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. കട്ടിലിൽ ഇരുന്നതും വല്ലാത്തൊരു തളർച്ച തോന്നി. ഒന്ന് കിടന്നുറങ്ങിയാലോ എന്ന് അവൾ കരുതി. പക്ഷേ കണ്ണുകൾ അടച്ച നിമിഷം തന്നെ എല്ലാം തകിടം മറഞ്ഞു. ലാബിൽ വെച്ച് ബയോളജി സാർ തന്നെ നോക്കിയ ആ നോട്ടം, ആ ക്രൂരമായ ചിരി, അയാൾ പറഞ്ഞ ഓരോ വാക്കും വള്ളി പുള്ളി വിടാതെ അവളുടെ മനസ്സിൽ സിനിമ പോലെ തെളിഞ്ഞു. ശ്വാസം എടുക്കാൻ പോലും വയ്യാതെ അവൾ ഞെട്ടി എഴുന്നേറ്റു. നെഞ്ചിൽ ആകെ ഒരു ഭാരം. പാർവതി, പുറത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. അതൊരു സ്നേഹവിളിയായിരുന്നില്ല, ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ട്യൂഷന് പോകാൻ സമയമായില്ലേ, ഇനിയും കിടന്നോ നീ? പോകാം അമ്മ, പാറുവിൻ്റെ ശബ്ദം നേർത്തു കേട്ടു. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അലമാര തുറന്നു. യൂണിഫോമിൽ അങ്ങിങ്ങായി കിടന്ന ചുളിവുകൾ വിരലുകൾ കൊണ്ട് പരതി നേരെയാക്കി. മുടി ഒന്നുകൂടി വാരിക്കെട്ടി. കണ്ണാടിയിൽ സ്വന്തം മുഖത്തേക്ക് അവൾ നോക്കി. താൻ തന്നെയാണോ ഇത് എന്ന് അവൾക്ക് തോന്നിപ്പോയി. ഒരു 17-കാരിയുടെ മുഖത്തുണ്ടായിരിക്കേണ്ട ആ വെളിച്ചം അവിടെ തീരെ ഇല്ലായിരുന്നു. പകരം ആ കണ്ണുകളിൽ നിറയെ പേടി മാത്രമായിരുന്നു. വല്ലാത്തൊരു ക്ഷീണം മുഖത്ത് ആകെ പടർന്നിരിക്കുന്നു. താഴേക്കിറങ്ങി ചെന്നപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പാറുവിനെ കണ്ടതും അമ്മയുടെ കണ്ണുകൾ ആദ്യം ശ്രദ്ധിച്ചത് അവളുടെ വേഷമാണ്. ഇതാണോ കോലം? മുടി പോലെ നേരെ കെട്ടിയില്ലല്ലോ. മുഖത്തേക്ക് നോക്കിയാൽ തോന്നുന്നത് ഉറക്കത്തിൽ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് വന്നതാണെന്നാണല്ലോ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ നടക്കുമ്പോൾ കുറച്ചെങ്കിലും വൃത്തിയായി നടക്കണമെന്ന്. അമ്മയുടെ വാക്കുകൾക്ക് നല്ല കടുപ്പമുണ്ടായിരുന്നു. പാറു ഒന്നും മിണ്ടിയില്ല. എന്തു മറുപടി പറയാനാണ്? രാത്രി ഉറങ്ങാൻ കഴിയാതെ പേടി കൊണ്ട് ശ്വാസം മുട്ടി നേരം വെളുപ്പിക്കുന്ന തന്നോടെങ്ങനെയാണ് ഈ ഭംഗിയെക്കുറിച്ച് പറയുന്നത്? പക്ഷേ അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നീ പ്രിയയെ ഒന്ന് നോക്ക്, അവൾ എത്ര വൃത്തിയായിട്ടാണ് നടക്കുന്നത്. നിന്നെ നോക്കിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ 2 പേരും ഒരേ വീട്ടിലെ മക്കളാണെന്ന്? ആ ചോദ്യം കേട്ട നിമിഷം പാറുവിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിപ്പോയതുപോലെ തോന്നി. അമ്മയ്ക്കറിയില്ല പ്രിയയെ പോലെ ചിരിക്കാനുള്ള മനസ്സോ മുടി ഭംഗിയായി കെട്ടാനുള്ള താല്പര്യമോ തനിക്കില്ലെന്ന്. രാവിലെ കണ്ണു തുറക്കുമ്പോൾ പോലും ഒരു ദിവസം കൂടി ജീവിക്കേണ്ടി വന്നല്ലോ എന്ന ഭാരമാണ് തനിക്കെന്ന് അമ്മയ്ക്കറിയില്ല. അമ്മേ, അവൾ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ അവളുടെ തൊണ്ടയിൽ ഒരു കല്ലുപോലെ കുടുങ്ങിക്കിടന്നു. അപ്പോഴാണ് പുറത്ത് ബൈക്കിൻ്റെ ശബ്ദം കേട്ടത്. സിദ്ധാർത്ഥായിരിക്കും, ട്യൂഷനിലേക്ക് പോകാൻ വന്നതാണ്. അമ്മ പെട്ടെന്ന് പാറുവിനെ വിട്ട് പുറത്തേക്ക് നടന്നു. അയ്യോ സിദ്ധു, നീ വന്നോ? സിദ്ധാർത്ഥ് ബൈക്കിൻ്റെ എൻജിൻ ഓഫ് ചെയ്ത് ചിരിച്ചു. സത്യത്തിൽ 17 വർഷമായി അവരുടെ ഒപ്പമുണ്ടായിരുന്ന പാർവതിയെക്കാളും അവർക്ക് ഒരാഴ്ചയ്ക്ക് മുന്നേ പരിചയപ്പെട്ട സിദ്ധുവിനോട് ആയിരുന്നു മതിപ്പ്.
മുന്നേ കാണുമ്പോൾ ഒരേ നാട്ടുകാർ ആയതുകൊണ്ട് ചിരിക്കും എന്നല്ലാതെ വേറെ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ആൻറ്റി? അമ്മ പാറുവിനെ ചൂണ്ടി സിദ്ധാർത്ഥിനോട് പരാതി പറയാൻ തുടങ്ങി. ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്ത് കൊടുത്താലും മതിയാവില്ല, എന്തു പറഞ്ഞാലും കേൾക്കില്ല. ഒരു ഉത്സാഹമില്ലാത്ത ജന്മം. എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കും. സിദ്ധാർത്ഥിൻ്റെ മുഖത്തെ ചിരി മെല്ലെ മങ്ങി. അമ്മ നിർത്തിയില്ല. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല, ആളുകളോട് സംസാരിക്കില്ല, വീട്ടിൽ ഒന്നിനും സഹായിക്കില്ല. എന്താ ഇവൾക്ക് ഇത്ര വലിയ വിഷമമെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. അമ്മ പറയുന്ന ഓരോ വാക്കുകളും പാറുവിൻ്റെ നെഞ്ചിലേക്ക് കല്ലുപോലെയാണ് വന്നു വീണത്. അമ്മ പരാതികൾ നിരത്തുകയാണ്. പക്ഷേ ആ പരാതികളുടെ ഇടയിൽ ഒരു ചോദ്യം പോലുമില്ല. നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിക്കാൻ ആരുമില്ല. ഒരിക്കലും ആരും ചോദിക്കില്ല. സിദ്ധാർത്ഥ് പാറുവിനെ നോക്കി. അവൾ തലകുനിച്ച് വിരലുകൾ തമ്മിൽ മുറുക്കി പിടിച്ച് നിൽക്കുകയാണ്. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ കരയുന്നില്ല. കരയാൻ പോലും അനുവാദമില്ലാത്ത ഒരു തടവുകാരിയെപ്പോലെ. സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ തോന്നി. അമൽ പറഞ്ഞത് എത്ര ശരിയാണ്. ആൾക്കാർക്കിടയിൽ ജീവിച്ചിട്ടും അവൾ എത്ര വലിയ ഒറ്റപ്പെടലിലാണ്. ആൻറ്റി, സിദ്ധാർത്ഥ് മൃദുവായി ഇടയ്ക്ക് കയറി. ചില ആളുകൾക്ക് പെട്ടെന്ന് മടി തോന്നാറുണ്ട്. അത് സത്യത്തിൽ മടിയല്ല, മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അമ്മ അതിശയത്തോടെ അവനെ നോക്കി. അത് ശരിയാവാം, പക്ഷേ ഇങ്ങനെ എത്ര കാലം ഇതിങ്ങനെ തുടരാൻ പറ്റുമോ? സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. കാരണം ആ ചോദ്യത്തിന് ഉത്തരം പാറുവിനോട് പോലും ആരും ചോദിച്ചിട്ടില്ല. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വാ പാറു, ഞാനും അങ്ങോട്ടാ. പാറു പതിയെ നടന്നു. വീടിൻ്റെ ഗേറ്റ് കടന്നിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അമ്മയുടെ ശബ്ദം വീണ്ടും കേട്ടു. ട്യൂഷനിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പ്രിയയെപ്പോലെ ഒരിക്കലും ആകില്ല ഇവൾ. ആ വാക്ക് കേട്ടതും പാറുവിൻ്റെ കണ്ണിൻ്റെ കോണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ആരും കണ്ടില്ല. പക്ഷെ ആ കണ്ണുനീർ പ്രിയയോടുള്ള അസൂയയായിരുന്നില്ല, മറിച്ച് തന്നെ ഒരിക്കലും മനസ്സിലാകാത്ത സ്വന്തം അമ്മയോടുള്ള തീരാത്ത വേദനയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് ലോകം മുഴുവൻ എതിരായാലും സഹിക്കാം. പക്ഷേ സ്വന്തം വേദനയെ ഒരിക്കൽ പോലും തിരിച്ചറിയാത്ത അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അവൾ ശരിക്കും തകർന്നു പോകുന്നത്. ട്യൂഷനിലേക്ക് പോകുന്ന വഴിയിൽ സന്ധ്യാകാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷേ പാറുവിന് ആ തണുപ്പോ കാറ്റോ ഒന്നും അനുഭവപ്പെട്ടില്ല. അവൾ ആകെ മരവിച്ചു പോയിരുന്നു. ഒരേ ഒരു ചിന്ത മാത്രം അവളുടെ മനസ്സിൽ മുഴങ്ങി. എനിക്ക് ശരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വിശ്വസിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാകുമോ? ആ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പാറു ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു.